ബിഗ് ബോസ് മലയാളം സീസൺ 6 ബർമുഡ ട്രയാങ്കിൾ പോലെ ഇതുവരെ ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ് ഗബ്രി ജാസ്മിൻ ബന്ധം. അവർ തമ്മിൽ കൂട്ടുകാരാണോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നൊന്നും നമുക്കറിയില്ല. ലാലേട്ടൻ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുന്നുള്ള പല വീഡിയോസിലും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ വിഷു ആയിട്ട് ലാലേട്ടൻ എത്തിയ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ വിഷുവിന് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. എല്ലാ താരങ്ങളോടും ചോദിക്കുന്നുണ്ട്. ഗബ്രിയുടെയും ഈ പറയുന്ന ജാസ്മിൻ്റെയും വീഡിയോ അവിടുത്തെ സ്ക്രീനിൽ പ്ലേ ചെയ്ത് കാണിച്ചിട്ടാണ് സിബിനോടും പൂജയോടും ശ്രീധുവിനോടും പല പല രീതിയിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ പറയുന്നത്. ഈ പറയുന്ന പൂജ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അവരുടെ ബന്ധത്തെ പറ്റി പറഞ്ഞു. ഗബ്രിക്ക് പുറത്ത് ഒരുപാട് പെൺ സുഹൃത്തുക്കളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ജാസ്മിനെ കണ്ടപ്പോൾ ഗബ്രി കൂടുതൽ അറ്റാച്ച്ഡ് ആയി എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നാണ്. ഇതിന് ശേഷം അപ്സര പറഞ്ഞൊരു കാര്യം, ഗബ്രിക്ക് ജാസ്മിനെ കല്യാണം കഴിക്കണമെന്നുണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല. കാസ്റ്റും അതുപോലെ തന്നെ ജാസ്മിനെ പോലെ ഒരു പെൺകുട്ടിയെ ഉൾക്കൊള്ളാനായിട്ട് വീട്ടുകാർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഗബ്രി അത്തരത്തിലേക്ക് പോകുന്നില്ല എന്നാണ് അപ്സരയോട് പറഞ്ഞിരിക്കുന്നത്. സിബിൻ ഇതിനെപ്പറ്റി പറയുന്നതാണ് രസം. എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടാണ് സിബിൻ പറയുന്നത്. ആ ഒരു എപ്പിസോഡ് കാണാൻ എത്തിയിരിക്കുന്ന നമ്മുടെ വ്യൂവേഴ്സിനെയും കൂടി ഒരുപോലെ എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് സിബിൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പ്രേക്ഷകരെ പറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും എന്നാണ് നമ്മുടെ സിബിൻ കമന്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വോട്ട് കിട്ടി തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ എല്ലാവരുടെയും വോട്ട് വാങ്ങിച്ച് തന്നെയാണ് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് എന്തായാലും ഒരു കാര്യം ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. അത് പ്രണയമാണെങ്കിൽ പ്രണയമാണെന്ന് പറയാം, മാന്യമായ രീതിയിൽ കളിക്കുക. കൂട്ടുകാരാണെങ്കിൽ അങ്ങനെ പറയാം, ആ രീതിയിൽ കളിക്കുക. അല്ലാതെ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ കളിക്കുന്നത് ശരിയല്ല. സിബിൻ അങ്ങനെ തന്നെ വലിച്ചു കീറി ഒട്ടിച്ചു കൊടുത്തു. ഗബ്രി ഒന്നും പറയാതെ മിണ്ടാതിരിക്കായിരുന്നു അവിടെ. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ഗബ്രിനോട് ചോദിച്ചു എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ പറയാനുണ്ടോ എന്ന്. ഗബ്രി പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ വായടച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഗബ്രി കാരണമല്ല എൻ്റെ ഗെയിം ഇവിടെ മോശമാവുന്നത്, എന്നോട് സായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇതിനോടകം തന്നെ എങ്ങനെയൊക്കെയാണ് ഇത് നാട്ടുകാരും എൻ്റെ വീട്ടുകാരൊക്കെ എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു പേടി മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് എൻ്റെ ഗെയിം ഇത്തരത്തിൽ മോശമായി പോകുന്നു എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ സംസാരിച്ചത്. അതിനുശേഷം ലാലേട്ടൻ ഇപ്പോൾ ബ്രേക്ക് എടുത്ത് പോയിരിക്കുകയാണ്. ഗബ്രിയും ജാസ്മിനും നമ്മുടെ ഡ്രസ്സിങ് റൂമിലേക്ക് ചെന്നിട്ടുണ്ട്. അവിടെ നിന്നപ്പോൾ ഗബ്രി പറയുന്നൊരു കാര്യമാണ്, ഞാൻ ക്വിറ്റ് ചെയ്ത് പോവുകയാണ് ജാസ്മിൻ, ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് ഈ ഒരു 5ാം ആഴ്ച ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ്. ജാസ്മിൻ നല്ല രീതിയിൽ ഇമോഷണലായി. നീ ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കാരണമാണ് നീ പുറത്തായി എന്ന് പറയും. നീ കാരണമല്ല എൻ്റെ ഗെയിം ഇത്തരത്തിൽ മോശമാവുന്നത്. സായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും നാട്ടിലും ഒക്കെ സംഭവിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്ന ചില കാര്യങ്ങളൊക്കെ എന്നെ പേടിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഗെയിം ഇത്തരത്തിൽ മോശമാവുന്നത്. എനിക്ക് കുറച്ചുകൂടി സമയം താ ഗബ്രി, ഞാൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ഇനി മുതൽ ഞാൻ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചോളാം. ഞാൻ കാരണം ഒരിക്കലും നീ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം വിട്ട് പോകരുത്, ക്വിറ്റ് ചെയ്യരുത്. ഗബ്രി ക്വിറ്റ് ചെയ്യുമെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ സോഫയമ്മ പോയിരിക്കുകയാണ്. ജാസ്മിൻ പറ്റാവുന്ന വിധത്തിലൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും നമുക്ക് കാണേണ്ടി വരും. ലാലേട്ടൻ ഇത്രയേറെ ഗൗരവമായിട്ട് ഒരു വിഷയം വിഷുദിന എപ്പിസോഡിൽ തന്നെ സംസാരിക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. തീർച്ചയായിട്ടും ഗെയിം നല്ല രീതിയിൽ ഡീവിയേറ്റ് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്